നമ്മൾ ആത്മീയപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മീയ ഗുരുവായിട്ട് എല്ലാവരും കണ്ടേക്കുന്നത് ശ്രീനാരായണ ഗുരു. അവരെ ശ്രീനാരായണ ഗുരു പറഞ്ഞങ്ങനെ എന്താണ്? നാം ആരാണ്? ശരിയാണ്, ഓക്കെ ആണല്ലോ. അപ്പൊ നാം എല്ലാം അറിവാണ്, ശരിയല്ലേ? ശ്രീനാരായണ ഗുരുവും ഈ പറഞ്ഞ നമ്മളെല്ലാം അറിവാകുന്നു. കാരണം എന്താണ് പറയാൻ പറ്റുക? എന്താ അതായത് അറിവിലാണ് ഈ ശരീരം ഇരിക്കുന്നത് അല്ലെ? അത് ശരീരം അറിവിലിരിക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കണ്ണ് കണ്ടറിയുന്നു, അറിവിലേക്ക് പോകുന്നു, മൂക്ക് മണത്തറിയുന്നു, നാവ് രുചിച്ചറിയുന്നു, മനസ്സിലെ ചിന്തകൾ അറിയുന്നു. കാരണം ഈ ശരീരം മുഴുവനും അറിവിലിരിക്കുന്നു. അപ്പൊ എന്നിൽ നിന്ന് ഈ സംഭാഷണം അറിവിൽ നിന്ന് വരുന്നതല്ലേ? ഞാൻ എന്ന തോന്നൽ വസ്തു കാണുന്നത് അറിവിലൂടെ അറിയുന്നത് അല്ലേ? എന്നാൽ ഈ ഇരിക്കുന്നത് ഇതാരാണ്? അല്ല, ഇപ്പൊ എന്താ? ഗുരുദേവൻ. ഈ ഗുരുദേവന്റെ പ്രതിമയോടെ ഈ പ്രതിമ അറിവിലിരിക്കുന്നത്, പക്ഷെ ഇതിന് അറിവുണ്ടോ? അപ്പൊ ഇത് ഗുരുദേവനാണോ? ഗുരുദേവൻ അല്ല. ഗുരുദേവൻ പറഞ്ഞത് നാം അറിവാണെങ്കിൽ, എന്നാൽ അതല്ല. ഇതല്ലാത്തതിനെയാണ് നമ്മളിപ്പോ ഏതാണോ അറിവിലിരിക്കാത്തത് അതിനെയാണ് നാം ഗുരുദേവൻ പറയുന്നത്. അപ്പൊ ആ ശ്രീനാരായണ ഗുരുവിന് ഇത് മാനിക്കലാണോ? ശരിയല്ലേ? അതായത് നാം അറിവിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഗുരുദേവനെ അറിയണമെങ്കിൽ ഗുരുദേവനാകെ അറിവാണെന്നറിയണം. ആ അറിവ് നമ്മളിലുണ്ട്. അപ്പൊ ഗുരുവും അല്ലെങ്കിൽ ദേവനും അറിവാണ്, നമ്മളും രണ്ടല്ല, അറിവാണെന്നുള്ള ആ തിരിച്ചറിവാണ് ഗുരുദേവ പൂജ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഫോട്ടോ വെച്ച് ഒരു മാല ചാർത്തി ഇരിക്കുന്നത് ജഡപൂജയാണ്. ജഡചിന്തൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. ഈ ജഡത്തെ കണ്ടിട്ട് ഞാൻ ഗുരുവാണെന്ന് പറയും. ഇതില്ലാത്ത വസ്തു വെറും ഫോട്ടോ ജഡമല്ല, അറിവാണ്. അറിവിൽ ഈ സാധനം ഇരുന്നാൽ ഇതിന് അറിവില്ല. പക്ഷെ അറിവിൽ ഈ ശരീരം ഇരിക്കുമ്പോൾ ഈ ശരീരം അത് അറിവിൽ പ്രകാശിക്കുന്നു. അതാണ് ആത്മഭാവം, പരമാത്മഭാവം. പക്ഷെ ഈ ഫോട്ടോ പരമാത്മാവായി പ്രകാശിക്കാൻ കഴിയൂ? അത് വെറും അതിലിരുന്നുകൊണ്ട് ഇതിന്റെ കണ്ണ് പ്രവർത്തിക്കുകയോ? അറിവില്ല. ഇതിനോട് സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. ഇതിനൊരിക്കലും അത് കഴിയില്ല. അതിന് മനസ്സുണ്ടോ? അതുമില്ല. അപ്പൊ ഇല്ലാത്തതിനെ ഗുരുവാണെന്നുള്ള മഹത്വം പറഞ്ഞാണ് ഇന്ന് ഈ പറഞ്ഞ വലിയ നാരായണ ഗുരു ഭക്തന്മാര് ഭക്തകളും ഫോട്ടോ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ശരി. എന്നാ ചിരിക്കുന്നു വേണ്ട.